നെയിൽ പോളിഷ് ഒന്നും അടിച്ചു. ചൂടുവെള്ളം റെഡി. ഏത് കാര്യം പിടിക്കണം? ഇത് പിടിച്ചു. ഇതല്ലല്ലോ നേരത്തെ വേനാന്ന് പറഞ്ഞത്. ഇത് തന്നെയാ. ഇല്ല ഇവിടെ എനിക്ക് വേന. വേനെടുക്കണ കേട്ടോ. അയ്യോ അയ്യോ ആശ്വാസം ഉണ്ടാ? കുറച്ച് ഇച്ചിരി ചൂടുവെള്ളം വെക്കിച്ചിട്ട് ചിരിക്കാട്ടോ. ഒന്ന് സ്നേഹത്തോടെ ഒക്കെ ചെയ്യ്. എന്തൊരു ഗൗരവം. ദേഷ്യപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണം. വേദന കുറവുണ്ടാ? ഇവിടെ ഇച്ചിരി കൂടെ ഉണ്ട് വേന. പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. എന്നിട്ട് അമ്മേ ഒരു കാര്യം പറഞ്ഞു ഏട്ടാ. എടി നീ കാര്യം പറ. ഏട്ടാ അതെ, അച്ഛനെ ആശുപത്രി കൊണ്ടുപോയിന്ന്. അച്ഛനെന്തോ വലിയ അസുഖം. 1 ലക്ഷം രൂപ വേണമെന്ന് ചികിത്സിക്കാൻ. അമ്മ ഭയങ്കര സങ്കടത്തിലാ വന്ന്. അതെന്തോ അസുഖം? അസുഖം ഒരസുഖം. ആ അസുഖത്തിന് പേരില്ലേ? പേരുണ്ട്, എന്തോ സൈക്കിൾ. അത് എനിക്ക് മറന്നുപോയി. മറന്നുപോയെന്നാ? ഞാൻ ഇപ്പൊ എന്തോ നീ അല്ല ഏട്ടാ അതെ, ഈ 1 ലക്ഷം രൂപ അച്ഛന് കൊടുത്തു കഴിഞ്ഞാൽ പാവം അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ ഇപ്പൊ കാശൊന്നുമില്ല. അച്ഛൻ്റെ അസുഖമല്ലേ, നമ്മൾ അതൊക്കെ ആലോചിക്കണ്ടേ? അച്ഛനും അമ്മേനെ നമ്മൾ നോക്കണ്ടേ? ഞാൻ മനഃപൂർവ്വം പൊളിച്ചത് തന്നെ. ഇല്ലാത്ത വേദന അനുഭവിച്ച് എന്നെ കൊണ്ട് ചൂടുവെള്ളം പിടിപ്പിച്ചു. എന്നിട്ട് നിന്റെ അച്ഛൻ ഒരു ഇല്ലാത്ത അസുഖം ഉണ്ടാക്കിയിട്ട് എന്റെ 1 ലക്ഷം രൂപ വാങ്ങിക്കാൻ നോക്കി. എന്തൊക്കെയായിട്ടേ പറയുന്നേ? എന്റെ കാല് വേദന എന്നുള്ളത് സത്യ. അച്ഛനും അസുഖം എന്നൊക്കെ ഞാൻ കള്ളം പറയോ? സത്യമാ. എടി മോളെ, ഞാൻ ഇവിടെ നിന്ന് ചൂടുവെള്ളം എടുക്കാൻ പോയപ്പോഴേ നീ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കണ കണ്ടു. അത് മാത്രമല്ല നിന്റെ അച്ഛൻ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു 1 ലക്ഷം രൂപ കടം കൊടുക്കാൻ വേണ്ടിട്ട്. എല്ലാം പറഞ്ഞിട്ടാ അവളെ അഭിനയം. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ്? എല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെ ഞാൻ നിന്ന് കളിച്ചത്. ഏട്ടാ എന്നാ പിന്നെ ഞാൻ എങ്ങോട്ട്? ബാത്റൂമിലൊന്ന് കുളിക്കണം. പോയി കുളിച്ചിട്ട് വാ, ക്ഷീണം കാണും. നല്ല ക്ഷീണം. ഇമ്മാതിരി ഉടായിപ്പുകളുണ്ടോ? പയ്യെ പൊക്കിച്ച പയ്യെ. ഒന്നുമില്ല. കെട്ടഴിക്കാം. വേദന ഇപ്പോഴും ഉണ്ടല്ലേ? ചെറുതായിട്ടുണ്ട്. ചെറുതായിട്ടല്ലേ ഉള്ളു, കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിന്റെ ആവശ്യമില്ല. 2 ദിവസം കൂടെ മര്യാദക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സെൽവി പഴയ പോലെ. ഓക്കെ? നല്ല കെട്ട. വെച്ചോ. ഫീലിംഗ് ബെറ്റർ നോ? ഓക്കെ, അതാണ്. പിന്നെ എനിക്ക് കമ്പനി വരെ പോണമായിരുന്നു. ഈ വയ്യാത്ത കാലം വെച്ചോട്ടോ? അത് കുഴപ്പമില്ല. ആശ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആവശ്യമില്ല. അല്ല, കമ്പനിയിൽ മൊത്തം പ്രശ്നം വെച്ച് കിടക്കുക. അങ്ങോട്ടൊന്ന് ചെല്ലണം. സിരുവിയും പറഞ്ഞേക്ക് ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് പോകണ്ട. എന്നുണ്ടെങ്കിലും ഞാൻ നോക്കണം, പ്ലീസ്. പിന്നെ എനിക്ക് അമ്മയൊന്ന് കാണണം. അമ്മയെ കാണുന്ന കാര്യം നാളെ പറ്റൂന്ന് ഞാൻ നോക്കട്ടെ സിരുവി. നാളെ പോവാം. നോക്കിട്ട് ഞാൻ പറയാം. ഞാൻ എന്താണെന്ന് ഒന്ന് പുറത്തോട്ട് വരാം. സിരുവി വരാതിരിക്കണേ. ഒരു കാര്യം പറയട്ടെ? എന്താടി?
ലവ് യു ടു. റെസ്റ്റ് എടുക്കുക കേട്ടോ. പോയിട്ട് വരാം. പരിചയക്കാരും വരുന്നില്ലല്ലോ. നീ പോണ പിന്നെ എന്നെ കവടിയേറ് വരെ ഇറക്കണം. ഹെൽമെറ്റ് ഉണ്ടോ? ഹെൽമെറ്റ് ഇല്ല, ഞാൻ മുടി അടിച്ചിട്ട ഹെൽമെറ്റ് പോലെ തന്നെയാണ്. ഇല്ല പറ്റിയെടുത്ത് ആണാ എന്നോട് ആണാ നീ പോണ പോടാ. പരിചയമില്ല. മൂങ്ങയുടെ തെങ്ങ മൂലക്കിരിക്കാൻ വരുമോ? ഹായ് മുടിയേട്ടാ, എന്താ എവിടെ നിൽക്കുന്നേ? ഞാനേ കവടിയാറ് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ആണോ? എന്റെ കൂടെ ഞാൻ കൊണ്ടാക്കി തരാം. വണ്ടി ഉണ്ടോ അതിന്റെ കയ്യില്? വണ്ടിയില്ല, നടന്നുകൊണ്ടാക്കാന്നാ. നടന്നുണ്ടാക്കി തരുമോ? പോടാ അവിടുന്ന്. വല്ലാത്തൊരു കൊണ്ടാക്കലായി പോയല്ലോ. ഞാൻ പൊക്കോളാം, നീ പൊക്കോ. നീ പൊക്കോ. വാ മുടിയേട്ടാ, വാ അങ്ങോട്ട്. എടാ ഞാൻ പൊക്കോളാം, നീ പൊക്കോ. മുടിയേട്ടാ എന്നാ ഞാനിവിടെ നിൽക്കും. എന്റെ കൂടെ എടാ നീ എപ്പോഴും ഇങ്ങനെ തന്നെ ഇടേ? എങ്ങനെയാണോ? അല്ല വീട്ടിൽ നീ എപ്പോഴും ഇങ്ങനെ തന്നെ എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. വീട്ടുകാരുടെ നാട്ടുകാരുടെ മൊത്തം സ്നേഹമാണ്. പക്ഷെ ആർക്കും എന്നെ ഇഷ്ടമല്ല, അതന്നെ അങ്ങനെ. അത് അപ്പൊ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? പൈസ വല്ലതും ആണോ? പൈസ എനിക്ക് വേണ്ട. പിന്നെ ആ മുത്തൂട്ടിനെയും എന്നെ കുറിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കി തരാമോ? എടാ അങ്ങേരൊരു പാപ്പ് മനുഷ്യനാ, നീ അത് നൈസായിട്ട് ഒന്ന് കമ്പനി കൂടിയാ മതി. പുള്ളി കുഴപ്പമൊന്നുമില്ല, നീ കമ്പനി ആവും. ഇല്ലെന്ന് ഞാൻ പല പ്രാവശ്യം കൂട്ടുകൂടാൻ ശ്രമിച്ചതാ, പുള്ളി എന്നെ അവോയ്ഡ് ചെയ്യും. അതുകൊണ്ടാ ഒരു കാര്യം ചെയ്യാവോ? മുടിയേട്ടൻ ഒരു കാര്യം ചെയ്യാവോ? എന്തുവാ? മുടിയേട്ടൻ എങ്ങനെയല്ലേ ഒന്ന് കിണഞ്ഞൊന്ന് പരിശ്രമിക്കാവോ? ഞങ്ങളൊന്ന് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആവോ? എങ്ങനെ ശ്രമിച്ചിട്ട്? കിണഞ്ഞ് കിണഞ്ഞ് എന്ന് വെച്ചാ വലിയ അർത്ഥമൊന്നുമില്ല, പറയുമ്പം ഒരു കനമുള്ള വാക്കല്ലേ കിണഞ്ഞ് കിണ. ഞാൻ എന്തായാലും ഒന്ന് കിണഞ്ഞൊന്ന് പരിശ്രമിച്ചു. ഇത് മതി. ഹായ് മുത്തട്ട വന്നേ. കൈകൊട്ടിക്കളിയാണ് ഇവിടെ. പച്ച ഈ പച്ച പിന്നെ ഊരിത്താ ഞങ്ങൾ എന്താണ് ഇവിടെ? എന്താണ് സംഭവം? എടാ നിനക്ക് ഇയാളോട് ഭയങ്കര ആരാധനയാണ്. നിങ്ങളൊന്ന് കൂട്ടുകൂടണ്ട ഇവനോട്. ഇവനായിട്ടാ? എടാ എന്റെ എത്ര ദിവസത്തെ ഉറക്കം കളഞ്ഞ മഹാഭാവി എന്നറിയാമോ? ഇവന്റെ ഞാൻ 100 തവണ പറഞ്ഞാൽ നീ എന്റെ അടുത്ത് എന്തിനാണ് കൂട്ടുകൂടുന്നത്? അവൻ ചുമ്മാ നീ എന്താണ് നിന്റെ വിഷയം എന്താണ്? നിനക്ക് എന്താണ് പ്രശ്നം? ഞാൻ 100 തവണ ചോദിക്കുന്നത് നിനക്ക് എന്താണ് വേണ്ടത്? ഇപ്പം അണ്ണാ നിങ്ങളുടെ ആരാധനാണ്. ആരാധകൻ? ഈ ആരാധനാണ് എന്നെ കൊല്ലാൻ നടക്കുന്നത്, സ്നേഹിച്ചു കൊല്ലാൻ നടക്കുന്നത്. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ്. നിനക്ക് ഭയങ്കര സ്നേഹിക്കാൻ പറ്റിയ ചേർക്കനാണ് നിങ്ങൾ തമ്മിൽ അങ്ങ് ആയിക്കോ. ആരാധന വിഷമിപ്പിക്കില്ല, കുഴപ്പമില്ല. ഇവൻ ഭയങ്കര ചേർച്ചയാണ്, നിങ്ങൾക്ക് അതാണ് നല്ലത്. മുത്തട്ടാ മുത്തും കേട്ടാ ഞാൻ കാര്യം പറയാം. മുത്തട്ടാ ഓടാ. നിന്റെ ആരാധന സത്യമാണെങ്കിലേ പുള്ളിയെ നിനക്ക് തന്നെ കിട്ടും. കൂട്ടുപിടിയാ മതിയായിരുന്നു. ഓട്ടറാ ഞാൻ. അതെ മുടിയേട്ടാ, വാട്സപ്പ് നമ്പർ ഉണ്ടോ? എന്തിന്? എന്റെ കവിതകളോ വാട്സപ്പിൽ പാടി ഇടാൻ വേണ്ടിയാ. മുടിയേട്ടാ, അയ്യോ മുടിയേട്ടാ അവിടെ പോയി. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ മുടിയേട്ടാ. വേണ്ട, ഞാൻ നടന്നോളാം. എന്തിനാ സുരഭി വയ്യാത്ത കാലം വെച്ച് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നേ? ആ റൂമിലെങ്ങാനും പോയിരുന്നേ. എനിക്ക് അവിടെ ഇരുന്ന് മടുത്ത്, എനിക്കൊന്ന് പുറത്തോട്ട്. പറഞ്ഞാൽ എങ്ങനെയാ? സുഖമില്ലാത്തല്ലേ വന്നേ? കുഴപ്പമില്ല ചേച്ചി, ഞാൻ നടക്കാം. നീ എന്താ ഇപ്പൊ വിളിച്ച? ചേച്ചി എന്താ? അതെന്താ മോക്കപ്പ അങ്ങനെ വിളിക്കാൻ തോന്നാൻ? ചേച്ചിക്ക് എന്താ ഇപ്പം എന്നെ പിടിക്കാൻ തോന്നിയത്? അത് നീ വീഴാൻ പോയപ്പം എനിക്ക് പിടിക്കാൻ തോന്നി. അപ്പൊ എനിക്ക് ചേച്ചിന്ന് വിളിക്കാൻ തോന്നിയപ്പോ ഞാൻ ചേച്ചിന്ന് വിളിച്ചു. എന്റെ ഈശ്വര, എന്തെന്താ അത്ഭുതം! എന്താ?
ഞാൻ കാണുന്ന സ്വപ്നം ഇത്. ഞാൻ നടന്നതാ? അതല്ല, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ സ്നേഹം. ആ ഞങ്ങൾ തമ്മിൽ സ്നേഹമൊക്കെ. ആ എന്റെ ദൈവമേ, ഇത് കാണാൻ എന്റെ കൊച്ചമ്മ ഇവിടെ ഇല്ലാതെ പോയല്ല. ഒരു കാര്യം ചെയ്യ്, 2 മിനിറ്റ് അനങ്ങല്ലേ. ഞാനേ ഒരു ഫോട്ടോ എടുത്ത് കൊച്ചമ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. സത്യം മാറല്ലേ. അമ്മയെ ഞെട്ടിട്ടെ എടുത്ത് അയച്ചു. അതെ 2 സെക്കൻഡ് അങ്ങനെ നിന്നോ. ആ കിട്ടിയാ? കിട്ടി. മതിയോ? വേണമെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്തോ. മാറല്ലേ. ആ ഒന്നും കൂടെ. അയ്യോ, കൊച്ചിനെ വിടറാ. എടാ കൊച്ചിനെ വിടറാ. എടാ കൊച്ചിനെ വിടാ. എന്താ സുരഭി അവരൊക്കെ ചേർന്ന് പിടിച്ചോണ്ട് പോയേട്ടാ. അറിഞ്ഞൂടാ, ചെന്ന് നോക്ക്. മുത്തുണ്ണ എവിടെ? എന്താ കാര്യം? അവർ കൊണ്ടുപോയി. ഞാൻ കുറെ ഓടി, പറ്റിയില്ല. ആരാ വന്ന മുത്തുണ്ണ? എനിക്ക് തോന്നുന്ന ആ കഞ്ചാവ് കേസില് മറ്റേ ബാച്ചിലില്ലേ. നീ ഒന്ന് സമാധാനപ്പെട്. ഒരു പിടുത്തമില്ല. അവരായിരിക്കും അന്ന് വന്നില്ല മറ്റേ കഞ്ചാവ് ടീമുണ്ടല്ലോ. അയ്യോ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഓ പോയിട്ടോ. ദൈവമേ, എന്തെല്ലാം കാണുന്നുണ്ടോ. അവന്മാരെന്നുള്ള കാര്യം ഉറപ്പാന്നോ? മുത്തുണ്ണ അങ്ങനെയാ പറഞ്ഞത്. പ്രതീക്ഷ എന്തിയെ? അവ ഇപ്പൊ എത്തുന്നേ ഉള്ളൂ. ഇതെന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നത്? ലക്ഷ്മി, എന്നാ പറ്റി? അമ്മ, സുരഭി ആരൊക്കെ ചേർന്ന് പിടിച്ചോണ്ടുപോയി. തട്ടിക്കൊണ്ടു പോയെന്നോ? നമ്മുടെ വീട്ടിലും അങ്ങനത്തെ സംഭവമൊക്കെ നടന്നോ? ആ പത്രത്തിലൊക്കെ ഇങ്ങനെ കേട്ട് കഴിയുണ്ട്, ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയി കിഡ്നി എടുത്ത് അത് വിറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഒരു സംശയം പറഞ്ഞല്ലേ ഓൾറെഡി. അമ്മ വായ നടച്ച് മിണ്ടാതിരുന്നാ മതി. നോക്കിക്കൊണ്ട് നിൽക്കാതെ സുരഭി പോയി അന്വേഷിച്ചിട്ട് വാ. എവിടെന്ന് വെച്ചാൽ പോയി പിടിച്ചു അവളെ. തുറന്നു മാറ. വാ. ഞാൻ പറഞ്ഞോ? വേണ്ട, അന്ന് ഇവിടെ നിന്നോട്ടോ. വാ. നിങ്ങളെ വൃത്തികെട്ട നാക്ക് എന്നാട്ടാ. ഈ ജോസ് പ്രകാശിന്റെ കാലം മുതൽ തുടങ്ങിയവ തട്ടിക്കൊണ്ടു പോകട്ടെ.
ഏതെങ്കിലും ഗോളങ്ങൾ കൊണ്ട് ഒളിപ്പിക്കില്ലേ? ഇതെന്തോടെ ഡാൻസ് സ്കൂളാ? ഒരു മാറ്റവും ഇല്ലല്ലേ? ലിബിനെ, നിന്റെ തന്ത പീക്കയെ രായം പോലും ഈ സൈസ് മണ്ടം പരിപാടി കാണിക്കത്തില്ല. വാടാ. ഇത്ര നേരം നീ എവിടെ പോയി കിടക്കുന്നതാ? ചേട്ടാ, എനിക്കിന്റെ കാരണം നോക്കണ്ടേ? തീർക്കാം, ഇപ്പൊ തീർക്കുക. മനുഷ്യ ഇപ്പൊ ചത്തേ ആണ്. വാടാ. ഓക്കെയോ? എല്ലാരും ഒന്ന് പെട്ടെന്ന് ഇറങ്ങിക്കേ, 4-5 മണിക്കൂർ യാത്ര ഉള്ളതാ. അച്ഛാ, നമുക്ക് കാറിൽ പോണക്കാട്ടിരുന്നാലോ, ഫ്ലൈറ്റിലോ ട്രെയിനിലോ പോയപ്പോഴേ? മോളെ, അച്ഛന് പോണ വഴിക്ക് 2-3 സ്ഥലത്ത് ഇറങ്ങാനുണ്ട്, അതാ കാറിൽ പോണേ. പക്ഷേ നമ്മൾ ഈ അച്ഛമ്മയടുത്തെത്തുമ്പോ രാത്രിയാവില്ലേ? ഇറങ്ങിയാ? ഞാനും അമ്മയും മോളും റെഡി, ബാക്കി ആരെയും കണ്ടിട്ടില്ല. അല്ല, അണ്ണനും കൂടെ വരായിരുന്നു. പറഞ്ഞുണ്ട് പിന്നെ, പക്ഷെ ഈ വീട് നോക്കാൻ ആരുണ്ട്? അല്ല, അപ്പം അമ്മ അണ്ണന് കാണണമെന്നില്ല? കാണണം, എനിക്ക് എന്റെ കൊച്ചമ്മയെ കാണണം. ഞാന് നിങ്ങളെല്ലാം പോയിട്ട് വന്നിട്ട് ഞാൻ ഒരു ദിവസം പോകും. പിന്നെ ഒരു കാര്യം, ഇത് കൊച്ചമ്മയെ കാണുമ്പോൾ കൊടുത്തേക്കണം. എന്തോന്നു? എന്റെ കൈ കൊണ്ടിട്ട ചായ. എന്റെ ചായ കുടിക്കാതെ കൊച്ചമ്മ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ അണ്ണ അത് വേണോ? അത് വേണം. എന്റെ കൊച്ചമ്മയെ എനിക്കേ അറിയാവൂ, നിങ്ങൾക്കല്ല കേട്ടാ. അത് കൊടുക്കണം ഉറപ്പായിട്ട്. അല്ല, അവളവിടെ ലക്ഷ്മി വന്നില്ലേ? ഒരുങ്ങണേയിരിക്കും. അതെ കുഞ്ഞെ, ഇന്നലെ നടന്ന സംഭവം കൊച്ചമ്മടുത്ത് പറയണ്ട, മനസ്സ് വിഷമിക്കും കേട്ടാ. അല്ല മുത്തോണ്ണ, കാറിൽ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ, പിന്നെ എന്ത് വരാത്തത്? അതുകൊണ്ട് പക്ഷെ ഉന്നം വിളിച്ചതാണ്, പ്രതീക്ഷ ഉന്നം വിളിച്ചതല്ല. ഈ വീട് നോക്കാൻ ആരുമില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ വന്നിട്ട് ഞാൻ പോവും. എന്റെ കൊച്ചമ്മ കാണാൻ എനിക്ക് അത് വേറെ ദിവസം ഞാൻ പൊക്കോളാം. ലക്ഷ്മി, ഒന്ന് പെട്ടെന്ന് വന്നേ. ചേട്ടാ വരുന്ന ഒരുങ്ങി തീർന്നില്ല ഇതുവരെ. മുടി കിട്ടിയില്ലേ? മുടിയൊക്കെ ഞാൻ മുഴുവൻ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഏട്ടാ സമ്മതിക്കണ്ടേ? എത്ര 4-5 മണിക്കൂർ യാത്രയുണ്ട്. യാത്രയിൽ ഒരുങ്ങാപ്പോ അല്ലേ? 4-5 മണിക്കൂർ ഉണ്ടല്ലോ. അതെ,
നിങ്ങൾ ആരൊക്കെ പോയാലും മുത്തേട്ടന് കൂട്ടായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാവും. എടാ മഹാഭാവി നീയാ? അതെ കുഞ്ഞെ, ഞാനും അങ്ങോട്ട് വരുന്നു. അയ്യോ വീട് തനിച്ചാവും. അത് കുഴപ്പമില്ല, അത് പൂട്ടിയിട്ട് പോവാ. ഈ വേദാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇതേ ഉള്ളൂ മാർഗം. മുത്തേട്ട പോകണ്ട മുത്തേട്ടാ. ഇറങ്ങി പോടാ പുറത്തങ്ങോട്ട്. പോടാ എഴുന്നേറ്റ്. ഇറങ്ങി പോടാ. പോടാ. എന്തൊരു കഷ്ടമൊന്നും പറ. ഞാൻ ചെന്ന് ബാഗ് എടുത്തോണ്ട് വരാം. ഞാനും വരുന്നു. ഒന്നും കൂടെ ആലോചിച്ചിട്ട് വരും. ഒന്നും ആലോചിക്കാനില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്.